ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ആർക്കിടെക്ചറൽ ഡിസൈനിൽ നിർമ്മിച്ച 4 വീടുകൾ. 4 വീടുകൾക്കും വേറെ വേറെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു വീടിൻ്റെ പേര് അരുവി എന്നാണ്, ഒരു വീടിൻ്റെ പേര് വൃക്ഷം എന്നാണ്. അങ്ങനെ ഓരോ വീടുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പേരുകൾ നൽകി നല്ല മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ച 4 വീടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 3 സെൻറ്റിലും 3.4 സെൻറ്റിലുമാണ് വീടുകളുടെ സ്ഥലത്തിൻ്റെ അളവ് വരുന്നത്. 1450 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഏരിയ വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വീടിന് നൽകിയിരിക്കുന്നത്. ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും ഗേറ്റ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഏകദേശം 4 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ്. ടാർ ചെയ്ത് മനോഹരമാക്കിയ റോഡാണ് വീടിന് മുന്നിലായി വരുന്നത്. മുറ്റത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് കോബിൾ സ്റ്റോൺസ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായി ഒരു പ്ലാന്റർ ബോക്സ് കാണാം. വീടിൽ നിന്ന് സെപ്പറേറ്റായി നിൽക്കത്തക്ക രീതിയിലാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. കലാത്തിയ പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ജനലുകൾക്കെല്ലാം ആ മോഡേൺ ഡിസൈൻ തന്നെ നിലനിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 വീടുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ വീടുകൾക്കും ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ ഒരു മോഡേൺ ഡിസൈനിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി വീടിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അകത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് ഇങ്ങനെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോണുകൾ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തേക്കുട്ടിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിൽ നല്ലൊരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ഇതാണ് ലിവിങ് സ്പേസ്. ഒരു ഭാഗത്തായിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കണ്ട ജനലാണ് നമ്മളിവിടെ കാണുന്നത്. ഗ്ലാസ് ഇട്ട് മറച്ച ഒരു ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ LED ലൈറ്റുകളെല്ലാം മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ലിവിങ്ങും ഡൈനിങ്ങും ഒറ്റ ഏരിയയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. താഴെയും മുകളിലുമായിട്ട് കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് വരുന്നത്. അതുപോലെ തന്നെ കിച്ചൺ വിൻഡോസും ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് നമുക്ക് പുറത്ത് അവൈലബിൾ ആണ്. ആവശ്യമെങ്കിൽ നമുക്ക് ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതുമാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് ബെഡ്റൂം. ഇരുവശത്തുമായിട്ട് ജനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള ഫ്ലോർ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. ഇവിടെയാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഷവർ നൽകിയിരിക്കുന്നു. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾക്ക് ശേഷം ഇനി നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകളിൽ ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് വുഡിലാണ്. ഗ്ലാസും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. താഴെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് മുകളിലത്തെ നിലയിലും നൽകിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഒരു വശത്ത് ഓരോ പാളികളിലെ 2 ജനൽ നൽകിയിരിക്കുന്നു. ഒരു BA വിൻഡോ ടൈപ്പിൽ ഫ്രണ്ട് ഏരിയയിലായിട്ട് ഒരു ജനലും നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ബാത്റൂം നോക്കാം. ഇതാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈല് നൽകിയിരിക്കുന്നു. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. അവസാന ഭാഗത്തായിട്ട് ഷവറും നൽകിയിട്ടുണ്ട്.
ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് ബെഡ്റൂം വരുന്നത്. ഒരു വലിയ വിൻഡോ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ വിൻഡോ മുകൾ ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂമും. വാർഡ്രോബിന് വേണ്ടി ഒരു കസ്റ്റമൈസ്ഡ് സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം സെയിം ടൈപ്പിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. താഴത്ത് കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ഫിറ്റിങ്സുകളും എല്ലാം ഈ ബാത്റൂമിലും നൽകിയിട്ടുണ്ട്. പ്രീമിയം ഫിറ്റിങ്സുകൾ തന്നെയാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വരുന്നത് യൂട്ടിലിറ്റി സ്പേസിൽ തന്നെയാണ്. വളരെ മികച്ച എലവേഷനിലാണ് വീട് നൽകിയിരിക്കുന്നത്. 3 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വീട് വരുന്നത് ആലുവയിലാണ്. വീടിൻ്റെ വില 59 ലക്ഷം രൂപയാണ്.